ലാവിസിൻ്റെ തന്നെ ഇൻഹൗസ് പ്രൊഡക്ഷനിൽ റെഡി ടു വെയർ പാർട്ടി വെയർ കൺസെപ്റ്റിൻ്റെ ഒരു അടിപൊളി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റിൽ നെക്കിൽ സിമ്പിളായിട്ട് വരുന്നൊരു സർദോസി വർക്കും അതുപോലെ തന്നെ ദുപ്പട്ട പെൻസിൽ ബോട്ടലിലായിട്ട് ഫ്രണ്ടിലൊരു പ്ലീറ്റ്, ഒരു എ-ലൈൻ കട്ടിൽ വരുന്ന റെഡി ടു വെയർ പാർട്ടി വെയർ കൺസെപ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. 5 കളർ ചേഞ്ചാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു ചില്ലി റെഡാണ്. നല്ല ലെങ്തി ദുപ്പട്ടയായിട്ട് ചില്ലി റെഡിൽ വിത്തൗട്ട് സ്ലിറ്റ് എ-ലൈൻ കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മളെ വാട്സപ്പ് ത്രൂ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ സൈസസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന എക്സൽ സൈസാണ്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസസ് അവൈലബിൾ ആണ്. കളേഴ്സ് നമുക്ക് കാണാം. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഇതുണ്ടോ, നല്ലൊരു നേവി ബ്ലൂ ആണ്. ഒന്നും കൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ വി നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. വി നെക്കിൽ സിമ്പിളായിട്ടൊരു വർക്കും അതുപോലെ തന്നെ കണ്ട ഈ ഒരു ജസ്റ്റ് ഒരു ആലിയ കട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സിമ്പിൾ ഒരു ആലിയ കട്ട് പാറ്റേണിൽ വരുന്ന സർദോസി വർക്കാണ്. ഒന്നുകൂടെ സൂം ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, ഫ്രണ്ടിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സും അതുപോലെ തന്നെ വി നെക്ക് പാറ്റേണിൽ സർദോസി വർക്കിൽ നെക്ക് പാറ്റേൺ ചെയ്തിട്ട് ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ്. 47 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. എല്ലാറ്റിനും ദുപ്പട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്ടോ ലെങ്തി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. ബോട്ടം പെൻസിൽ ബോട്ടാണ്. ഫ്രണ്ട് ബാൻഡ്, ബാക്ക് എലാസ്റ്റിക് ആയിട്ട് വരുന്ന പെൻസിൽ പാൻറ്റാണ്. നമുക്ക് സിമ്പിളായിട്ടൊരു പാർട്ട്, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ്. റേറ്റ് നമ്മളെ വാട്സപ്പ് ത്രൂ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. എല്ലാ സൈസസും അവൈലബിൾ ആണ്. നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. ഇതുണ്ടോ, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. നല്ല സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡ് വർക്കേഴ്സിനെ കൊണ്ടും അതുപോലെ തന്നെ ഇൻഹൗസ് പ്രൊഡക്ഷനിൽ നല്ലൊരു സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഇനിയിപ്പം പെരുന്നാളാണ്, സിമ്പിൾ പാർട്ടീസൊക്കെ വരാൻ പോവാണ്, റിസപ്ഷൻ അതുപോലെ തന്നെ ഓരോ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു റെഡി ടു വെയർ കൺസെപ്റ്റിൽ ചെയ്തൊരു ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ ഇത്ര സൈസസിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇൻഹൗസ് പ്രൊഡക്ഷൻ തന്നെ ആയതുകൊണ്ട് ഈ കാണുന്ന കളേഴ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ജെറ്റ് ബ്ലാക്കാണ്. ഇത് കണ്ടോ, നല്ല ജെറ്റ് ബ്ലാക്കിൽ ടോപ്പ് ഇതാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ചെറിയൊരു പ്ലീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ഉള്ളിൽ കുറച്ച് തടി ഉണ്ടെങ്കിലും കുറച്ച് നമുക്ക് ആ ഒരു ടമ്മി അല്ലെങ്കിൽ ആ വേസ്റ്റ് പോർഷനിലൊക്കെ തടിയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാണാം. ഞാൻ അത്യാവശ്യം ചെറിയൊരു വണ്ണുള്ള ആളാണ്, പക്ഷേ എനിക്കത് നല്ലൊരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. എക്സൽ സൈസാണിത്. ഇത് വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. വി നെക്ക് പാറ്റേണിൽ സെയിം പാറ്റേണിൽ വിത്ത് ദുപ്പട്ട. ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ ബോട്ടാണ്. ഇതാണ് പെൻസിൽ ബോട്ടം. ഫ്രണ്ട് ബാൻഡ്, ബാക്ക് എലാസ്റ്റിക് ആയിട്ട് ചെറിയൊരു ലൂസ് ടൈപ്പിൽ വരുന്ന പെൻസിൽ ബോട്ടാണ്. പീസസ് എല്ലാം അവൈലബിൾ ആണ്. ഷോറൂമിലും അതുപോലെ തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ലാസ്റ്റ് വൺ ഡാർക്ക് മെറൂണാണ്. മെറൂണിൽ സെയിം തന്നെ പാറ്റേണിൽ ടോപ്പ്, ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്ടോ, ഒരു 2 സൈഡ് സിമ്പിളായിട്ട് വരുന്നൊരു ബോർഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ ബോട്ടാണ്. എല്ലാ പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ പേസ്റ്റൽ കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേസ്റ്റൽ കളേഴ്സിൽ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇനി ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ എല്ലാവരും ഡാർക്ക് ഷെയ്ഡാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. ഡാർക്ക് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് പേസ്റ്റൽ കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നമ്മളെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡിൽ നമ്മളിത് അവൈലബിൾ ആക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.